നാച്ചു ചുണ്ടിലൂറി വന്ന ചിരിയോടെ വിളിച്ചു. അവൾ തല താഴ്ത്തി നിന്നു. എന്താ, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാൻ പറ്റില്ലേ? ഇല്ല. പെട്ടെന്ന് ശബ്ദമുയർന്നു. അവൻ ചിരിച്ചു. അതെന്താ, അനുസരണാശീലം ഇല്ലേ? ചിരിയോടെ ചോദിച്ചു. ഉണ്ട്, പക്ഷെ എന്താ പറയാന്നറിയില്ലല്ലോ. അവൾ വിക്കലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആദർശ് അവളുടെ കണ്ണിലേക്ക് നോക്കി നിന്നു. എന്നും ക്ഷേത്രത്തിൽ പോകുമോ? പോകും. പ്രസാദം എവിടെ? അവൻ്റെ ചിരിച്ച മുഖം. ബാഗിൽ. എന്നാ എടുക്ക്, എനിക്കും പ്രസാദം തൊടണം. അവൾ തല കുലുക്കി. ഇലച്ചിന്തിലെ പ്രസാദം അവന് മുന്നിലേക്ക് നീട്ടി. ആദർശ് ചിരിയോടെ തല താഴ്ത്തി. നാച്ചു തന്നെ തൊട്ടുതാ. അവൾ വായം തുറന്ന് അവനെ നോക്കി. എന്താ? ആദർശിൻ്റെ സ്വരം കടുത്തു. എനിക്ക് പറ്റില്ല. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, എന്നാൽ എൻ്റെ കാശ് വേണം. 1.5 ലക്ഷം വേണ്ട, 1 ലക്ഷം മതി. നാളെ തരണം, ഗൗരവത്തിൽ പറഞ്ഞു. നക്ഷത്ര മൗനമായി കയ്യിലിരിക്കുന്ന പ്രസാദത്തിലേക്ക് നോക്കി. തല ഉയർത്തി അവൻ്റെ മുഖത്തേക്കും. ഗണപതി കൂടെ വരാന്ന് പറഞ്ഞിട്ട് ചതിച്ചല്ലേ എന്നെ? ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ചുണ്ടുകൾ പുലമ്പി. എന്തേടാ, പേടിയാണോ? ഞാനൊന്നും ചെയ്യില്ല. ജസ്റ്റ് ആ പ്രസാദം തൊട്ട് തന്നാൽ നാച്ചുവിന് പോകാം. അവൻ്റെ കുറുമ്പ് നിറഞ്ഞ ചിരി. പതിയെ തല ചരിച്ച് ചുറ്റിനു നോക്കി. ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെയാ, ഓരോരുത്തർക്ക് അവരുടെ കാര്യങ്ങൾ. അവൾ പ്രസാദം കയ്യിലേക്ക് എടുത്തു. അവൻ്റെ മുഖത്തേക്ക് നോക്കി. അരികിലേക്ക് നീങ്ങി നിന്നു. കൈ ഉയർത്തി. പെരുവിരലിൽ ഒന്ന് ഉയർന്നു. പറ്റില്ല കേട്ടോ, പതിയെ പറഞ്ഞ് തല താഴ്ത്തി നിന്നു. പൊക്കം കുറഞ്ഞാൽ ഇങ്ങനെയാണ് പെണ്ണെ. ഭാവിയിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അവളുടെ മുഖം ചുളിഞ്ഞു. അവൻ തല പതിയെ താഴ്ത്തി. തൊട്ടോ? നെറ്റിത്തടത്തിൽ ആ കൈയുടെ തണുപ്പ്. ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി. ഞാൻ പോവാ, പെട്ടെന്ന് പറഞ്ഞ് ധൃതിയിൽ തിരിഞ്ഞു നടന്നു. ഞാനെന്നും ഇവിടെ തന്നെ കാണും. പ്രസാദം തൊട്ടു തരേണ്ടത് എൻ്റെ നാച്ചുവും. അവൻ്റെ ഉറക്കെയുള്ള സ്വരം. മുന്നിലേക്ക് നടന്നവൾ ഒന്ന് നിന്നു. തിരിഞ്ഞു നോക്കി. 1.5 ലക്ഷം രൂപയാണ് കടം. അപ്പോൾ അനുസരിച്ചേ പറ്റൂ. അല്ലേൽ എൻ്റെ കാശ് തരണം, പലിശ തരണ്ട. ഗൗരവത്തിൽ പറയുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ആദർശ് ചിരിയോടെ അവൾക്ക് അരികിലേക്ക് വന്നു. ദേ, പുതിയ ഫോണാ. ഇതും ഇന്നലത്തെ പോലെ പൊട്ടിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എല്ലാം ചേർത്ത് പലിശ സഹിതം ഈടാക്കും. ഓക്കെയാണോ? ഹൃദയത്തിൽ നിന്ന് അലയടിച്ചുയരുന്ന അവൻ്റെ പ്രണയം. നക്ഷത്രയുടെ മുഖം ചുളിഞ്ഞു. സംശയത്തോടെ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. മനസ്സിലായില്ലേ? ചിരിയോടെ ചോദിക്കുന്ന ആദർശിനെ നോക്കി തല വിലങ്ങനെ ചലിപ്പിച്ചു. പതിയെ പതിയെ മനസ്സിലാകും, അതാ നല്ലത്. അതുവരെ ഈ പ്രസാദം തൊടലും മറ്റ് ചെറിയ ചെറിയ കലാപരിപാടികളുമായി മുന്നോട്ട് പോകാം. എന്താ? ഇരുപുരുകവും ഉയർത്തി ആദർശ് ചോദിച്ചു. അപ്പോ നാച്ചു ക്ലാസ്സിൽ പോകാൻ നോക്ക്. അവൾ മുന്നിലേക്ക് നടന്നു. എൻ്റെ ഈശ്വര, ഇതെന്തിൻ്റെ കുട്ടിയാ? എല്ലാം തുറന്നു പറഞ്ഞാലേ മനസ്സിലാകൂ. ചിരിയോടെ അവൾക്ക് പിന്നാലെ നടന്നു. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ അഞ്ജു? അലക്ഷ്യമായി ടി വിയിൽ നോക്കി ചാനൽ മാറ്റി മാറ്റി ഇരിക്കുന്നവളെ കണ്ട് മുകുന്ദൻ ചോദിച്ചു. ഇല്ല ഡാഡി, മനസ്സ് അത് ശരിയല്ല. ആദർശും കൂട്ടുകാരും എന്നെ കളിയാക്കും. എനിക്ക് പറ്റില്ല. കുറച്ച് ദിവസം കഴിയട്ടെ, പോകാം. സെറ്റിയിൽ ചാടിക്കിടന്ന് അവൾ പറയുമ്പോൾ അയാൾ മകളുടെ തലമുടിയിൽ തഴുകി. എനിക്കറിയാം നിന്റെ വേദന. സാരമില്ല, ആദർശ് നിനക്കുള്ളതാ, കൊണ്ടുവന്ന് തരും ഞാൻ. അയാളുടെ കണ്ണിൽ കുടിലത നിറഞ്ഞു. അവൻ പാവക്കുട്ടിയല്ല കൊണ്ടുവന്ന് കൊടുക്കാൻ. മകളെ പറഞ്ഞ് തിരുത്തേണ്ട സമയത്ത് ഒപ്പം നിന്ന് നശിപ്പിക്കുക. അമലയുടെ കടുത്ത സ്വരം. നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലേടി? ദേഷ്യത്തോടെ അയാൾ സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. വേണ്ട പപ്പ, അവർ പറയട്ടെ. ആ സ്ത്രീക്ക് മകൾ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ല. കടുപ്പത്തിലുള്ള അഞ്ജുവിൻ്റെ സ്വരം. അമല ചിരിയോടെ മകളെ നോക്കി. നിന്റെ സ്വഭാവം നന്നായിരുന്നേൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് ആദർശിനോട് പറയുമായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. അതും എനിക്ക് മോന. ദേഷ്യത്തോടെ അച്ഛൻ്റെയും മകളുടെയും മുഖത്തേക്ക് നോക്കി ചൂലുമെടുത്ത് മുറ്റത്തേക്കിറങ്ങി. നക്ഷത്ര, എടി പെണ്ണെ, ഉറക്കെ വിളിച്ചുകൊണ്ട് സൈറ അവളുടെ തോളിൽ തട്ടി. ഞെട്ടലോടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി പെണ്ണെ? വയ്യേ? രാവിലെ മുതൽ മുഖം വല്ലാതെ. സൈറയുടെ വലങ്കൈ നെറ്റിത്തടത്തിൽ അമർന്നു. എനിക്കൊന്നുമില്ല, രാവിലെ തൊട്ട് ചെറിയൊരു തലവേദന, അതാ.
പരവേശത്തോടെ പറഞ്ഞു. ദേ ആ ചേട്ടൻ. ക്ലാസ്സിന് പുറത്തുകൂടി മുന്നിലേക്ക് നടക്കുന്നവനെ ചൂണ്ടി മെർലിൻ പറയുമ്പോൾ നക്ഷത്രയുടെ തല താഴ്ന്നു. ചേട്ടാ, അവൾ ഉറക്കെ വിളിച്ചു. എന്നെയാണോ? ചിരിയോടെ ക്ലാസ്സിന് പുറത്തുനിന്ന് ചോദിച്ചു. ആ, മെർലിൻ പറയുമ്പോൾ അവൻ ക്ലാസ്സിനുള്ളിലേക്ക് കയറി. ദേ പെണ്ണെ, താങ്ക്സ് പറഞ്ഞു. ഇല്ലേ, ഞങ്ങളും മിണ്ടില്ല. നിനക്ക് വേണ്ടിയാ വിളിച്ചത്. മെർലിൻ പതിയെ പറയുമ്പോൾ അവൾ പിടപ്പോടെ തല ഉയർത്തി. എന്താടോ? ടേബിളിന് അരികിലായി നിന്ന് ചോദിച്ചു. ഞാൻ മെർലിൻ, ഇത് സൈറ. ചേട്ടന്റെ പേരെന്താ? അവൾ ചോദിക്കുമ്പോൾ അവൻ തല താഴ്ത്തി നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി. ആദർശ് മേനോൻ. പുതിയ ഫോൺ വാങ്ങിയോ ചേട്ടാ? കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി മെർലിൻ ചോദിച്ചു. ആ, വാങ്ങി. ആപ്പിൾ ആണോ? നോക്കിക്കോട്ടെ. ഞാൻ ഈ ഐഫോൺ തൊട്ടിട്ടില്ല. സൈറ പറയുമ്പോൾ ആ ഫോൺ അവൾക്ക് മുന്നിലേക്ക് നീട്ടി. നോക്കിക്കോ, ആ മോഹം ബാക്കി വെക്കണ്ട. സൈറയും മെർലിനും ഫോൺ തിരിച്ചും മറിച്ചും നോക്കുന്ന തിരക്കിലാണ്. ചുണ്ടിലൂറി വന്ന ചിരിയോടെ ടേബിളിന് മേലെ ഇരിക്കുന്ന നക്ഷത്രയുടെ കയ്യിൽ കൈയമർത്തി. പിടപ്പോടെ അവൾ സീറ്റിൽ നിന്നും ഒന്നുയർന്നു. അവൻ്റെ കൈയുടെ തണുപ്പ് രോമകൂപങ്ങൾ ഉയർന്നു. ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. നാച്ചു. തല താഴ്ത്തി വിളിച്ചു. നക്ഷത്ര തല ഉയർത്തി. നാച്ചുവിന് പേര് ചോദിക്കാൻ തോന്നിയില്ല അല്ലേ? കയ്യിൽ പതിയെ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കൃഷ്ണ. കാറ്റുപോലെ പതിയുള്ള സ്വരം. കൃഷ്ണനല്ല, ആദർശ്. അവൻ തല താഴ്ത്തി പറഞ്ഞു. അവൾ സൈറയെയും മെർലിനെയും നോക്കി. പ്ലീസ് കൈയെടുക്ക്. എടുക്കണോ നാച്ചു? കണ്ണു ചുരുക്കി ചോദിക്കുന്നവനെ സംശയത്തോടെ നോക്കി. വേണ്ടാട്ടോ, എനിക്ക് പേടിയാ. ദയനീയമായി പറയുമ്പോൾ കൈകൾ അകത്തി മാറ്റി. ഇതാ ചേട്ടാ ഫോൺ. അവൻ ഫോൺ വാങ്ങി. ശരി, നമുക്ക് കാണാം. ചിരിയോടെ പറഞ്ഞ് പുറത്തേക്ക് നടന്നു. എടി, താങ്ക്സ് പറഞ്ഞ് ചെല്ലു പെണ്ണെ. രണ്ടും കൂടി അവളെ സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. ചേട്ടാ. മെർലിൻ്റെ ഉറക്കിലുള്ള സ്വരം. പുറത്തേക്ക് ഇറങ്ങിയവൻ തിരിഞ്ഞു നിന്നു. നക്ഷത്ര രക്ഷിച്ച ആളാണ്, അതുകൊണ്ട് ചെല്ല്. താങ്ക്സ് പറഞ്ഞില്ലേൽ ഇനി മുതൽ ഞങ്ങൾ മിണ്ടില്ല. രണ്ടുപേരും ഒരുപോലെ പറയുമ്പോൾ അവളുടെ മുഖമൊന്ന് മങ്ങി. വേദനയോടെ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണ് ചിമ്മി ചിരിച്ചു. പതിയെ ആദർശിന് അരികിലേക്ക് നടന്നു. കൈ രണ്ടും നെഞ്ചിൽ പിണച്ചു കെട്ടി വലതുകാൽ കോറിഡോറിലെ ഫില്ലറിൽ കുത്തി ചാരി നിന്നു. അടുത്തേക്ക് വരുന്നവളുടെ മുഖമാകെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. എന്താ? അവരെന്താ പറഞ്ഞേ? തല താഴ്ത്തി പതിയെ ചോദിച്ചു. അത് താങ്ക്സ് പറയാൻ. ഇല്ലേൽ അവർ മിണ്ടില്ലാന്ന്. സങ്കടത്തോടെ മുഖം താഴ്ന്നു. എന്തേ, അവരോട് ഒന്നും പറഞ്ഞില്ലേ? തല വിലങ്ങനെ ചലിപ്പിച്ചു. ഏയ് വിഷമിക്കണ്ട, അവര് പോണേ പോട്ടെ. നാച്ചുവിന് ഞാനില്ലേ, പിന്നെന്താ? കുറുമ്പ് നിറഞ്ഞ അവൻ്റെ സ്വരം. വേണ്ട, പതിയെ പറഞ്ഞു. അതെന്താ, എന്നെ ഇഷ്ടമല്ലേ? സംശയത്തോടെ ആദർശി ചോദിച്ചു. അത് കടം തീരുമ്പോൾ പോവില്ലേ? എന്നാ കടം തീരുക? ആകാംക്ഷയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ, അത് ശരിയാ. 1.5 ലക്ഷം രൂപ എന്നാ തീരുക? അവൻ ആലോചനയോടെ താടി ഒഴിഞ്ഞു. നക്ഷത്രയുടെ കണ്ണുകൾ ആ മുഖമാകെ ഓടി നടന്നു. എന്താ, എൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കഴിഞ്ഞോ? പെട്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞെട്ടലോടെ കണ്ണുകൾ പിൻവലിച്ചു. ശിവശിവ. കണ്ണുകൾ മുറുകെ അടച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് അമർത്തി. നാച്ചു. ചെവിക്കരികിൽ അവൻ്റെ സ്വരം. നീ നോക്കിക്കോടി, എനിക്കിഷ്ടാ. നോട്ടം മാത്രം പോരാട്ടോ. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ആദർശ് ചുറ്റിനുമൊന്ന് നോക്കി. കുട്ടികളൊക്കെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞിരുന്നു. ചിരിയോടെ അവളുടെ തലമുടിയിൽ തഴുകി. പൊയ്ക്കോ, സാറ് വരാറായി. അവൻ തിരിഞ്ഞു നടന്നു. എന്നാ കടം തീരുക? പിന്നിൽ നിന്ന് പതിഞ്ഞ സ്വരം. ആദർശ് ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു. തിരിഞ്ഞ് നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി. 1.5 ലക്ഷം രൂപയാണ്. അത്ര പെട്ടെന്ന് തീരും എന്ന് തോന്നുന്നുണ്ടോ? അവൻ്റെ ഉറച്ച സ്വരം. അവൾ മൗനമായി നിന്നു. മാക്സിമം 1 വർഷം. നക്ഷത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു. എന്തേ, കൂടിപ്പോയോ? എന്നാ കുറയ്ക്കാം. കുറുമ്പോടെ അരികിലേക്ക് വന്നു. ചേർന്ന് നിന്നു. നാച്ചു. അവൻ്റെ ഭാവമാറ്റം. അവളുടെ ശരീരം ഒന്ന് തുടിച്ചു. ഒറ്റ ദിവസം കൊണ്ട് കടം തീരും. തീർക്കാൻ സമ്മതാണോ? ഞെട്ടലോടെ അവനിൽ നിന്ന് അകന്നു മാറി. കണ്ണിൽ പേടി നേളിച്ചു. വേണ്ട, ഉറപ്പോടെ പറയുമ്പോൾ സ്വരം കടുത്തു. എന്ത്? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് നാച്ചുവിന് മനസ്സിലായോ? അവൻ്റെ കണ്ണുകൾ കുറുകി. അത് വേണ്ട, ഞാൻ പാവ. വിങ്ങലോടെ പറയുന്നവളെ ചേർത്ത് പിടിക്കാൻ കൊതിക്കുന്ന നെഞ്ചം.
അവൻ ചിരിച്ചു. ഒരിക്കലും നിന്നെ ഞാൻ ആ കണ്ണുവെച്ച് കണ്ടിട്ടില്ല, കാണുകയുമില്ല. വിശ്വസിക്കാം. ഇത് സംഗതി വേറെയാ. ആലോചിക്ക്. ഈ കുഞ്ഞു തലയിൽ ആ കാര്യം മാത്രം വരാത്തത് കഷ്ടാണ്. അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് അവൻ 3rd ഫ്ലോറിലേക്കുള്ള ആദ്യ സ്റ്റെപ്പിൽ കാൽ വെച്ചു. തിരിഞ്ഞു നോക്കി. ടെൻഷനൊന്നും വേണ്ട. ഇത് ഒരു സിമ്പിൾ കാര്യമാണ്. ആലോചിച്ച് കിട്ടിയില്ലേൽ പറയ്, ഞാൻ തന്നെ പറഞ്ഞു തരാം. ചുണ്ടിൽ പതിയെ തഴുകി അവൻ പറയുമ്പോൾ അവൾ തലകുലുക്കി. തിരിഞ്ഞ് ക്ലാസ് റൂമിലേക്ക് കയറി. ദൈവമേ, കണ്ട പച്ചിലയും തൈരും കഴിച്ച് കഴിച്ച് ബുദ്ധിയില്ലാതെ പോയോ? ഇതിനെയെല്ലാം ഒന്നേന്ന് പഠിപ്പിക്കേണ്ടി വരുമല്ലോ. ഹാ, പഠിപ്പിക്കാം. എനിക്കെന്താ ജോലി? അവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി. എന്താണ് സാറെന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. നിതിൻ തലചരിച്ച് അരികിലായിരിക്കുന്ന ആദർശിനെ നോക്കി ചോദിച്ചു. പ്രവീണും വരുണും അവൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയിൽ നോക്കി. എന്തേലും തടഞ്ഞോടാ? പെട്ടെന്ന് വരുൺ ചോദിച്ചു. തടഞ്ഞു. എന്ത്, ചുംബനാണോ? മൂന്നിൻ്റെയും സ്വരം ഉയർന്നു. ഒന്ന് പോയേടാ, അത് ഒരു പിഞ്ചു കുഞ്ഞാ. ചാടിക്കയറി ഉമ്മ കൊടുത്താലേ അവിടെ നിന്ന് കരയും. ആദർശ് പറയുമ്പോൾ മൂന്നും തല കുലുക്കി ചിരിച്ചു. ആദ്യ സ്റ്റെപ്പ് ദേ എൻ്റെ നെറ്റിയിൽ കിടക്കുന്നു. മൂന്നിൻ്റെയും കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ആര്? നക്ഷത്ര തൊട്ട് തന്നാണോ? നിതിൻ ഉറക്കെ ചോദിച്ചു. എൻ്റെ നാച്ചു. സന്തോഷത്തിൽ അവൻ ചിരിച്ചു. എടാ കൊച്ചു കള്ള, അപ്പൊ വീഴ്ത്തി അല്ലേ? വരുണും പ്രവീണും സന്തോഷത്തോടെ പറഞ്ഞു. വീണതൊന്നുമല്ല, ബ്ലാക്ക് മെയിൽ. ആദർശ് പറയുമ്പോൾ മൂന്നിൻ്റെയും മുഖം ചുളിഞ്ഞു. അവൻ എല്ലാം പറഞ്ഞു. ഐഡിയ കൊള്ളാം. പക്ഷെ എന്നും ഈ പ്രസാദം തൊടൽ പരിപാടി ആ പൂതന കണ്ടാൽ എന്താ ഉണ്ടാവുക കൂടി ചിന്തിക്കണം. നിതിൻ പറയുമ്പോൾ ആദർശ് ചിരിച്ചു. എൻ്റെ പെണ്ണിനെ അവൾ തൊടില്ല. തൊട്ടാൽ പിന്നെ അഞ്ജലിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. കടുത്ത സ്വരം. നിതിൻ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചു. എടാ, കോളേജിൽ നമ്മൾ 4 പേരുടെയും കണ്ണെത്തും. പക്ഷെ പുറത്ത് ആ കൊച്ചൊറ്റയ്ക്കാ. അത് നിതിൻ പറഞ്ഞ ശരിയാ. നിന്റെ അങ്കിളില്ലേ ആ മുകുന്ദൻ, ആള് ശരിയല്ല. ഇവിടെ കോളേജിൽ വരുമ്പോൾ തന്നെ മകളുടെ പ്രായമുള്ള പിള്ളേരെ നോക്കുന്നത് കണ്ടാൽ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തോന്നും. പല്ല് കടിച്ചു പിടിച്ച് പ്രവീൺ പറഞ്ഞു. എനിക്കറിയാം. മുകുന്ദൻ എന്ന പേയ് പിടിച്ച പട്ടിയുടെ സ്വഭാവ മകൾക്ക് കിട്ടിയത്. അതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ പെണ്ണിനെ ഒറ്റയ്ക്കാക്കില്ല, ഒപ്പം കാണും. കടുപ്പിച്ച് പറയുമ്പോൾ സാറ് ക്ലാസ്സിലേക്ക് വന്നു. വാര്യരെ ക്ഷേത്രത്തിലേക്ക് ധൃതിയിൽ നടക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി. അയാൾ നിന്നു. എന്തായി, മോളിൽ സുഖമായിരിക്കുന്നോ? വേണുമാഷി അരികിലേക്ക് വന്ന് ചോദിക്കുമ്പോൾ വേദനയോടെ ആ അച്ഛൻ ചിരിച്ചു. അറിയില്ല വേണു, ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. അതെന്താ, മോളെ വിളിച്ചില്ലേ? പെട്ടെന്ന് ചോദിച്ചു. വിളിക്കാൻ ഫോൺ നാച്ചുവിൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ള ഈ പാട്ട കൊടുക്കാം എന്ന് പറഞ്ഞതാ. അത് കേൾക്കണ്ടേ? അയാൾ വേദനയോടെ അമ്പലക്കുളത്തിൻ്റെ പടിക്കെട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങി. കുറച്ച് വെള്ളം ഇരുകൈയിലും കോരിയെടുത്തു. ദേഹത്തേക്ക് കുടഞ്ഞു. തിരികെ പടിക്കെട്ടിൽ തളർച്ചയോടെ ഇരുന്നു. എൻ്റെ മോള്, എനിക്ക് വയ്യ മാഷേ. ഓരോ ദിവസവും നേരം വെളുക്കുന്നു, ഇരുട്ടുന്നു. അത്രമാത്രം അറിയാം. അതെന്തേലും കഴിച്ചോ, കുടിച്ചോ, ഉറങ്ങിയോ? ഒന്നും അറിയാൻ ഒരു മാർഗവും ഇല്ല. ഒന്ന് പോകാമെന്ന് വെച്ചാൽ കയ്യിൽ ഒന്നുമില്ല. തിരികെ മടങ്ങുമ്പോൾ എന്തേലും അതിൻ്റെ കയ്യിൽ കൊടുക്കണ്ടേ? ശമ്പളം കിട്ടിയില്ല, ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം. ആ അച്ഛൻ്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. വാര്യര് വിഷമിക്കേണ്ട, നാളെ ഞാൻ ടൗണിൽ പോകുന്നുണ്ട്. കോളേജിൽ ചെന്ന് മോളെ കാണാം, വിശേഷങ്ങൾ തിരക്കാം. ഞാൻ പഠിപ്പിച്ച കുറച്ച് കുട്ടികൾ അവിടെ ടീച്ചർമാരാ. അവരോട് കാര്യങ്ങൾ പറയാം. വേണുമാഷിൻ്റെ കൈകൾ വാര്യരുടെ തോളിൽ അമരുമ്പോൾ ആശ്വാസത്തോടെ കണ്ണുകൾ അമർത്തി തുടച്ചു. പതിയെ എഴുന്നേറ്റു. നട തുറക്കണം മാഷേ, സമയം 5 പടിക്കെട്ടിൽ നിന്നും എഴുന്നേറ്റു. 2 പേരും മുന്നിലേക്ക് നടന്നു. ശരി വാര്യരെ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്നും മുടങ്ങാതെ ആ കള്ളക്കണ്ണനെ പൂജിക്കുന്നതല്ലേ? ഈ മനസ്സിൻ്റെ വേദന ആ ഒരുവൻ കാണുന്നുണ്ട്. ഉറപ്പോടെ വേണുമാഷ് പറഞ്ഞു. ഇത്രയും നാളായി എൻ്റെ വേദന കണ്ടിട്ടും കണ്ണടച്ചിരിക്കുക. ഇനി എനിക്ക് പ്രതീക്ഷയില്ല മാഷേ. വിങ്ങലോടെ പറഞ്ഞ് മാഷിൻ്റെ ഇരുകൈയും കൂട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് അമർത്തി വെച്ചു. എന്താ വാര്യരെ? അയാൾ വെപ്രാളത്തോടെ ചോദിച്ചു. നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. എനിക്ക് എന്തേലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. വേണം, നോക്കിക്കൊള്ളണം വാര്യരെ. അയാൾ ഉറക്കെ വിളിക്കുമ്പോഴേക്കും ആ മനുഷ്യൻ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നടന്നിരുന്നു.
എൻ്റെ കൃഷ്ണ, ഇതിപ്പോൾ എന്താ ചെയ്യാ? വേണുമാഷ് നെഞ്ചത്ത് കൈവച്ച് നിന്നു.